ഇന്ത്യസ് ഹയസ്റ്റ് ബഞ്ചി ജമ്പിങ്ങും അതുപോലെ തന്നെ ഗംഗാ നദി ഫോം ചെയ്യുന്ന ദേവപ്രയാഗും എല്ലാം കണ്ടുകൊണ്ടാണ് ഇന്നത്തെ യാത്ര. അങ്ങനെ ഋഷികേശിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ മൊത്തം കണ്ട ശേഷം നമ്മൾ ഇന്ന് നേരെ പോണത് ജോഷിമത്തേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള തുടക്കം എന്ന് പറയുന്നത്. പച്ചപ്പുഴ കണ്ടിട്ടുണ്ട്, ബ്രൗൺ പുഴ കണ്ടിട്ടുണ്ട്. പച്ചപ്പുഴയും ബ്രൗൺ പുഴയും ഇങ്ങനെ വന്നിട്ട് ഒരുമിച്ച് ബ്രൗൺ ആയി പോണ കണ്ടിട്ടുണ്ടോ? കണ്ടില്ലേ? അതെ, ഭഗീരഥയുടെയും അതുപോലെ തന്നെ അളകനന്ദയുടെയും കൂടെ സംഗമ സ്ഥലത്ത് വെച്ചിട്ടാണ് ഗംഗ ഫോം ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് ഇന്ത്യസ് ഹയസ്റ്റ് ബഞ്ചി ജമ്പിങ് ചാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ എല്ലാവർക്കും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണ ആളായിരുന്നേ, അതോട് ഞാൻ ചാടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഐഡിയ ഇല്ല. അതെന്താ ഐഡിയ ഇല്ലാത്ത? ഇൻസ്റ്റഗ്രാമിലുണ്ടോ? റേഷൻ കടയില് ലിസ്റ്റിലുണ്ടോ കുട്ടി? അങ്ങനെ ബഞ്ചി ജമ്പിങ് ചെയ്തതിന്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഉത്തരാഖണ്ഡിലെ മലനിരകളെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ദാരി ദേവീന്റെ അമ്പലത്തിക്കായിരുന്നു കേട്ടോ. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അടിപൊളി തൂക്കുപാലൊക്കെ ഉണ്ടേ. അതൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ നമ്മുടെ ജോഷിമത്തിലെ റൂമിൽ പോയി ഇനി നാളത്തെ പരിപാടികൾ ബ്രീഫ് ചെയ്തോണ്ടിരിക്കണമാണ് ഈ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നാളത്തെ പരിപാടികൾ കാണാൻ ഫോളോ ചെയ്യാം.